ഹായ് ഗായ്സ്, ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഈ ഇട വെച്ച് ചുമ്മാ വീട്ടിൽ പോക്ക് തന്നെ. നാളെ ഉമ്മച്ചിയുടെ ആണ്ട് നേർച്ചയാണ്, 17 വർഷമാകുന്നു. അങ്ങനെ പോയതാണ്. പിന്നെ എന്നെ കണ്ടപ്പോൾ താത്താടെ മോള് പോയി ഉരുളക്കിഴങ്ങ് പൊരിച്ച് മയോണൈസൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഉരുളക്കിഴങ്ങ് ലവ് ഷേപ്പിലിരിക്കുന്ന അത് കണ്ട് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. കൊള്ളാമല്ലേ കാണാൻ. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ആക്കി മയോണൈസൊക്കെ ആയിട്ട് മിക്സ് ചെയ്താണ് ഞങ്ങൾക്ക് കഴിക്കാൻ തന്നത്. നമ്മൾ ഒരുമിച്ചാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഇനി ഇൻഷാ അള്ളാ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മോനിക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഇനി വീട്ടിൽ പോയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി കഴിക്കണമെന്ന്. ലോഡഡ് ഫ്രൈ കഴിക്കുന്നത് പോലെ തന്നെ അതിൽ ചിക്കനുണ്ട്, ഇതിൽ ചിക്കനില്ല എന്നേ ഉള്ളൂ. പിന്നെ രാത്രിയായപ്പോൾ നമ്മളിങ്ങനെ കിടന്നപ്പോൾ മോൻ അവരുടെ തലയ്ക്കൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്ക് സുഖം പിടിച്ചിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ താത്താടെ വീട്ടിലാണ് വാപ്പ കിടക്കുന്നത്. അപ്പോൾ രാവിലെ കയറി വന്നു. മോനിക്ക് 2-3 മാങ്ങയൊക്കെ പഴുത്തത് ഇവിടെ ഫ്രണ്ടിൽ പഴുത്ത മാങ്ങ ഉണ്ട്, അത് പറിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ ചായയും ഓട്സ് പുട്ടൊക്കെ ആയിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ പുളിച്ചോതുമൊക്കെ എടുത്ത് ഞങ്ങൾ ഉമ്മാക്ക് വേണ്ടിയിരുന്ന് ഖത്തൊക്കെ വഴങ്ങി യാസീനൊക്കെ ഓതി. പിന്നെ വാപ്പ പോയി മോനിക്കുള്ള ബിസ്ക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. എപ്പോൾ അവനെ കണ്ടാലും പോയി ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് വരലാണ് ജോലി. അങ്ങനെ അവനിക്കത് പൊട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. പൊട്ടിച്ചു കൊടുത്തപ്പോൾ അവനിക്ക് കഴിക്കാൻ വയ്യ. പിന്നെ ഞാൻ തന്നെ തിന്നണമല്ലോ, അതുകൊണ്ട് ഞാൻ കഴിച്ചു. പിന്നെ പൊറോട്ട മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൊടുത്തുകൂടാ എങ്കിലും വാപ്പ അവനെ കണ്ട ഇതിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തു. പിന്നെ ഉമ്മച്ചിക്ക് ലിവറും കിഴങ്ങും, അതായത് കപ്പ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഫാത്തിഹ ഓതുന്ന അങ്ങനത്തെ ഒരു ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന. വലിയ ചടങ്ങായിട്ടൊന്നും ചെയ്യില്ല, ഞങ്ങൾ മക്കൾ തന്നെയാണ് ഓതുന്നത്. അപ്പോൾ വാപ്പായും അതൊക്കെ കഴിച്ചു. അതാണ് എൻ്റെ വാപ്പ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ വൈകിട്ടായപ്പോൾ ചായയും, ഉമ്മാക്ക് പരിപ്പ് വടയാണ് ഇഷ്ടം, അപ്പോൾ അതൊക്കെ കഴിച്ച് ഫാത്തിഹയൊക്കെ ഓതി. പിന്നെ മോനെ കൊണ്ടുപോയി കുളിപ്പിച്ച് അവ അവിടെ ഇരുന്ന പൗഡർ മൊത്തം നശിപ്പിക്കുകയാണ്. പിന്നെ താത്താടെ മോള് വന്നു, രണ്ടാമത്തെ താത്താടെ മോള്. അപ്പോൾ അവൾ വന്നപ്പോൾ എൻ്റെ മോനിക്ക് അവളെ അത്ര പരിചയം കുറവാണ്. കാരണം അവൾ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് അത്ര കാണുന്നില്ല. അപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ച് വന്നപ്പോൾ അവനാകെ ഒന്ന് കരഞ്ഞു. പിന്നെ അപ്പോഴത്തന്നെ അവൾ പോയി ബിസ്ക്കറ്റ് മുട്ടായിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തു സോപ്പിടാൻ വേണ്ടിയിട്ട്. എന്നിട്ടും അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ചൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് എല്ലാവരും കഴിച്ചു. അവനും അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലാതെ അടുക്കുന്നില്ല ആൾ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇരിക്കുന്നതിന് ഒരു പ്രത്യേക സുഖമാണ്. പണ്ട് നമ്മൾ തമ്മിൽ കോമഡിയൊക്കെ നടന്ന പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുകയും അതൊക്കെ ഒരു രസമാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ലൂഡോയൊക്കെ കളിച്ച് കുറേ നേരം ഇരുന്നു. പിന്നെ അവൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അതിൻ്റെ ക്ഷീണം കൊണ്ട് അവൾ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.